അബിയു എന്നു പേരുള്ള പഴവർഗ വൃക്ഷത്തൈ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ നടീൽ സമയം, നടീൽ രീതി, പരിപാലനം എന്നിവ വിശദീകരിക്കാമോ? തൃശൂർ അമ്മാടത്തു നിന്ന് പി.ടി. സണ്ണിയുടെ ചോദ്യം. ഉത്തരം: കേരളം പോലെ ഈർപ്പാംശമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ വളർന്ന് വിളവു തരാൻ കഴിവുള്ള ഒരു വിദേശ പഴവിളയാണ് അബിയു. ഭാഗികമായി തണലുള്ള ഇടങ്ങളിലും നന്നായി വളരും. തെക്കേ അമേരിക്കയിലെ ആമസോൺ സ്വദേശിയാണ് ഈ പഴച്ചെടി. പരിമിതമായ രീതിയിൽ ചെറിയ മരമായി വളരുന്ന സ്വഭാവമാണ് അബിയുവിനെ ഉത്തമ ഇടവിളയാക്കിയിരിക്കുന്നത്. അബിയു പഴങ്ങൾ ജീവകം B3 സമ്പന്നമാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കുക, ദഹനശേഷി ക്രമീകരിക്കുക, ജീവിതശൈലീ രോഗങ്ങൾ തടയുക തുടങ്ങിയവയാണ് സവിശേഷതകൾ. തൈ നട്ട് 2 വർഷം കൊണ്ട് കായ് പിടിക്കും. ഏകദേശം 4 മാസം മതി കായ്കൾ വിളഞ്ഞു പഴുക്കാൻ. ഒരു പഴത്തിന് ശരാശരി 500 മുതൽ 600 ഗ്രാം തൂക്കം വരും. ഗോളാകൃതിയുള്ള കായ് പഴുക്കുമ്പോൾ നല്ല തിളങ്ങുന്ന മഞ്ഞ നിറമാകും. ഇളം നിറത്തിൽ നനവുള്ള രുചികരമായ ഉൾക്കാമ്പാണ് ഇതിന്. 1 സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്ത് ഫ്രഷ് ആയോ തണുപ്പിച്ചോ കഴിക്കാം. ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ് എന്നിവയും തയ്യാറാക്കാം. ഇടവിളയായും വളർത്താം. വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് 1/2 മീറ്റർ വീതം നീളവും വീതിയും താഴ്ചയും ഉള്ള കുഴിയെടുത്ത് അതിൽ ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, മേൽമണ്ണ് എന്നിവ കലർത്തി കൂന കൂട്ടി തൈ നടാം. പ്രധാന പരിചരണമാണ് നന. പൂക്കൾ കൊഴിയാതിരിക്കാനും ഇത് സഹായിക്കും. പച്ചിലവളം ചേർക്കുന്നത് നല്ലതാണ്. തറനിരപ്പിൽ നിന്ന് 1 മീറ്റർ വരെ പ്രധാന തണ്ട് മാത്രം നിലനിർത്തിയുള്ള വളർച്ചയാണ് നല്ലത്. ഇതിനു ശേഷമേ ശാഖകൾ വളരാൻ അനുവദിക്കാവൂ. പുതയിടാം. വർഷം 4 തവണ NPK മിശ്രിത വളമായ 18:18:18 250 ഗ്രാം വീതം ഒരു മരത്തിന് ചേർത്ത് കൊടുക്കണം. കൂടാതെ 100 ഗ്രാം വീതം പൊട്ടാഷ് മാസവും നൽകി നനയ്ക്കാം. രാസവള പ്രയോഗത്തിൽ താൽപ്പര്യമില്ലെങ്കിൽ കമ്പോസ്റ്റ്, കാലിവളം, ബയോഗ്യാസ് സ്ലറി, പച്ചിലവളങ്ങൾ പോലുള്ള ജൈവവളങ്ങൾ മാത്രം നൽകാം. നാടൻ പശുവിന്റെ ചാണകം, മൂത്രം, പാൽ, നെയ്യ്, തൈര്, പയറുപൊടി, ശർക്കര, ട്രൈക്കോഡെർമ എന്നിവ നിശ്ചിത അനുപാതത്തിൽ കലർത്തി തയ്യാറാക്കുന്ന ജീവാമൃതം നല്ല ജൈവവളമാണ്. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. താങ്ക്